തോട്ടുമൂത്തുകാർക്ക് മനസ്സിലാകാനാണ് ഈ ചർച്ച. തോട്ടുമൂത്തുകാർക്ക് ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അവരവിടെ വന്ന് പറഞ്ഞത് അവർക്കുള്ള സംശയം ഇസ്തിഗാസ ലലാലത്താണെന്ന് പറഞ്ഞു, അത് ശിർക്കാണെന്ന് പറഞ്ഞു, കുഫ്റാണെന്ന് പറഞ്ഞു. അത് സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനവിടെ ഉദ്ധരിച്ച വിഷയങ്ങൾ എന്താണ്? അള്ളാന്റെ റസൂലിനോട് അഥവാ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന ഇസ്തിഗാസയാണ് ഞാനവിടെ വിശദീകരിച്ചത്. ആ ഇസ്തിഗാസക്ക് എതിരായി അഥവാ ആ ഇസ്തിഗാസക്കെതിരായി ഒരുപാട് തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് എതിരായി ഉദ്ധരിച്ച തെളിവുകളുടെ ഏതെങ്കിലും ഒരു തെളിവിലുള്ള ന്യൂനത സംസാരിച്ച് അതിൽ പിടിച്ച് ഈ സദസ്സ് പിരിയാനാണ് ഇവിടെ മറുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തോട്ടുമുഖത്തുകാരായ സഹോദരങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ച വിഷയം മനസ്സിലാക്കാനാണ് ഈ വേദി സംഘടിപ്പിച്ചതെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഇതാ ഞാൻ അവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയങ്ങളും ശരിയാണ്, അഥവാ ഞാൻ വാദിച്ച വാദങ്ങൾ സത്യസന്ധമാണെന്ന് ഇപ്പോൾ പണ്ഡിതന്മാര് നിശബ്ദമായിട്ടെങ്കിലും അംഗീകരിച്ചിരിക്കുകയാണ്. ആ സനദിനെ കുഴപ്പമുള്ളൂ, അഥവാ ചോദിച്ചതിന് കുഴപ്പമില്ല, ചോദിക്കാമെന്ന് പറഞ്ഞതിൽ കുഴപ്പമില്ല. റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ ഒരു തെളിവുദ്ധരിക്കാമോ? സ്വർഗം ചോദിച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആ സ്വർഗം ചോദിച്ചു എന്നതിന് ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് ചോദിക്ക്. എന്റെ വിഷയത്തിൽ പെട്ടതല്ലാട്ടോ അത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചില്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വർഗം ചോദിച്ചെങ്കിൽ ദേ ഇന്ന ആയത്തിൽ അല്ലെങ്കിൽ ഇന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞ ഹദീസില് ദേ സ്വർഗം ചോദിച്ചിരിക്കുന്നു റസൂലുള്ളാഹിനോട് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇത് ലഈഫായ ഹദീസാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളത് ഗണ്ണിക്ക്. തബറാനിയുടെ ഹദീസ് ലഈഫാണെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഒരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാമെന്ന് തെളിയിക്ക്. അതിലെ മാന്യത നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ ഈ ഹദീസിന്റെ സനദിൽ കടന്ന് പിടിച്ചു തൂങ്ങി ഈ സദസ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ ലക്ഷ്യം നശിച്ചു പോകലാണോ, ഇല്ല നമുക്ക് സഫലമാകാതിരിക്കലാണോ വേണ്ടത്? മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു, നേർക്ക് നേരെ അസ്അലുക്കൽ ജന്ന എന്ന് ചോദിച്ച ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇതാ കേട്ടോ, നിങ്ങൾ അവിടെ ഉദ്ധരിച്ച ഹദീസ് ത്വബറാനിയുടെ ഹദീസ് ലഈഫാണ്, അത് സ്വീകാര്യമല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അതിനെതിരായി ഇതാ സ്വർഗം നേർക്ക് നേരെ ചോദിച്ച ഈ ഹദീസ് കണ്ടോ. അതുകൊണ്ട് ഈ മുസ്ലിമിന്റെ ഹദീസിനെ ത്വബറാനിയുടെ ഹദീസ് കൊണ്ട് കൈത് കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ചത് ലഈഫാണ്, ഇതാ സ്വഹീഹായ ഹദീസ്. ഈ ഹദീസ് അനുസരിച്ച് സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്ക്. എങ്കിലല്ലേ ഈ സദസ്സിൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലെ, നിങ്ങൾ വാദിക്കാൻ വേണ്ടി വന്നവരും കൂടി ആയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ചോദിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല, വാദിക്കാൻ വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങളെ അഥവാ ഇതിനെ സംബന്ധിച്ചൊന്നും കാര്യമായ അറിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ ആശങ്കയിലാക്കരുത്. നിങ്ങൾ ഇവിടെ വെച്ച് ഒന്നുകിൽ സമ്മതിക്കണം, അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് മരിച്ചുപോയ മഹാത്മാക്കളോട് ഇതൊക്കെ ചോദിക്കാം, സ്വർഗം ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, സന്താനങ്ങളെ ചോദിക്കാം. ഇത് നിങ്ങൾ സമ്മതിക്ക്. അള്ളാഹുവേ എനിക്ക് സ്വർഗം തരയണമേ, അത് ഏതെങ്കിലും ഉപ്പാപ്പാടെ ഖബറിന്റെ അടുക്ക ചെന്നിട്ട് പാപ്പാ എനിക്ക് സ്വർഗം തരയണമേ എന്ന് പറയാമെന്ന് നിങ്ങൾ സമ്മതിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സ്വർഗം ചോദിച്ചു എന്ന്, ഒരു തെളിവ് ഉദ്ധരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, പച്ചക്കളവല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്നവർ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? അഥവാ ഇനി ചോദിക്കാൻ ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ തന്നെ ആ ചോദിച്ചതിന്റെ അർത്ഥം ഇസ്തിശ്ഫാ ആണ്, ശഫാഅത്ത് ചോദിക്കലാണ്. എങ്കിൽ അത് സമ്മതിക്ക്. ശഫാഅത്ത് ചോദിക്കലേ ഉള്ളൂ. നബിയേ ഞങ്ങൾക്ക് സ്വർഗം വാണിച്ചു തരാൻ വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യണേ. കണ്ടോ, ഇവർ പറഞ്ഞത് എന്താ? ത്വബറാനിയുടെ ഹദീസിന്റെ ആശയമാണ്. ത്വബറാനിയുടെ ഹദീസിന്റെ ആശയമാണ് ഇവർ പറഞ്ഞത്. ത്വബറാനി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ സ്വർഗം ചോദിച്ചിട്ടില്ല, അൻ തദ്ഉവല്ലാഹ ലീ എന്നാണ്. അങ്ങ് സ്വർഗം ചോദിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്, കിട്ടാൻ വേണ്ടി, സ്വർഗം ലഭിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. കണ്ടോ, അവർ പറഞ്ഞ അർത്ഥം എന്താ? അവർ പറഞ്ഞ അർത്ഥം അത് തന്നെയല്ലേ? എങ്കിൽ അത് തന്നെയാണ് അർത്ഥം. അങ്ങനെ പറ്റുള്ളൂ സമ്മതിക്കേ. ഞാൻ വായിച്ച ത്വബറാനിയുടെ ഹദീസിന്റെ ആശയമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് ശഫാഅത്തെ ചോദിക്കുന്നുള്ളൂ, ദുആരക്കാനെ ചോദിക്കുന്നുള്ളൂ എന്ന്. എന്നാൽ അത് സമ്മതിക്ക്. ഈ ഹദീസിന്റെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് അല്ലേ? ആ ഹദീസിന്റെ ആശയം അവരെടുത്തിരിക്കുന്നു, അത് സ്വഹീഹാണ്.